എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ഒരു കഥ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലത് വലിയ വലിയ മഹാന്മാരുടെ അങ്ങനെ പല രീതിയിലുള്ള കഥകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് എന്താ പറയുക മോട്ടിവേഷനാവും. അവർക്കതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ കഥാരൂപത്തിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ 10 കൊല്ലമായ സിനിമയിലും നമുക്കത് ഓർമ്മയിൽ നിൽക്കും. നമുക്ക് സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ ചിലപ്പോൾ അത് നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് കഥ നമുക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു കഥ ഞാൻ പറയാണ്. ഒരിക്കൽ ഒരു കുട്ടി പട്ടം പറപ്പിക്കുകയായിരുന്നു. പട്ടം ഇങ്ങനെ ഉയരത്തിലിങ്ങനെ പറന്നുകൊണ്ടിരിക്കണ്. അപ്പോൾ ആ വഴിക്ക് പോകുന്നൊരു തത്ത, പട്ടമേ നീ നന്നായി പറക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പട്ടം പറഞ്ഞ എന്താ വെച്ചിട്ടാ, പട്ടത്തിനൊരു ചെറിയൊരു അഹങ്കാരം വന്നു. അപ്പോൾ പട്ടം പറഞ്ഞു, ആ കുട്ടി ആ നൂല് പിടിച്ചിട്ടുള്ള കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിലും ഉയരത്തിൽ പറക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തത്ത പറഞ്ഞു, എന്നാൽ പട്ടത്തിന് ഞാനൊരു ഉപകാരം ചെയ്തു തരാം, ആ നൂല് പൊട്ടിച്ച് തരാമെന്ന് പറഞ്ഞു. ആ തത്ത അതിൻ്റെ കൊക്കുകൊണ്ട് ആ നൂല് പൊട്ടിച്ചു കൊടുത്തു. അപ്പോൾ പട്ടത്തിൻ്റെ നൂല് പൊട്ടി കഴിഞ്ഞാൽ എന്തുണ്ടാവും? നിയന്ത്രണം വിട്ടിട്ട് പട്ടം എവിടെ ചെന്ന് വീഴാന്ന് പറയാൻ പറ്റില്ല. ശരിയല്ലേ? സത്യമല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് അറിയേണ്ട ഒരു ഗുണപാഠം, നമ്മുടെ അച്ഛനായാലും നമ്മളെ മാഷന്മാരായാലും നമ്മുടെ നാട്ടിലുള്ള അറിവുള്ളവരും ഗുരുക്കന്മാരൊക്കെ നമുക്ക് പറഞ്ഞറിയുന്ന അറിവ് നമ്മൾ ശല്യമായിട്ട് കണക്കാക്കരുത്. നല്ല ഉപദേശങ്ങൾ കേട്ടാൽ തന്നെ നമുക്കറിയാം അത് നമ്മൾ നശിച്ചു പോകണം എന്ന് വിചാരിച്ചിട്ട് പറയുന്ന ഉപദേശങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതിലുള്ള പ്രത്യേകത എന്ന് പറയണത്, ഈ കഥയുടെ ഗുണപാഠം എന്ന് പറയണത്, ആ കുട്ടി ഉള്ള നിയന്ത്രിക്കുന്ന കാരണം കൊണ്ടാണ് ആ പട്ടം ഉയർന്ന് പറക്കണത് ആ പട്ടത്തിന് മനസ്സിലായി. ശരിയല്ലേ? അപ്പോൾ ആ പട്ടത്തിനെ ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഉൾപ്പെടുത്തണം. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും, നല്ലവരുണ്ടാവും. അവർക്ക് നമ്മൾ വെറുപ്പിക്കാതെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ സ്കൂളിലെ ടീച്ചർമാരായാലും അച്ഛനും അമ്മയായാലും ഇവരൊക്കെ പറയണത്, മൂത്തവരുടെ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കക്കും പിന്നെ മധുരിക്കും. ഒന്നുകൂടി പറയാം, മൂത്തവരുടെ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കക്കും പിന്നെ മധുരിക്കും. അതിനർത്ഥം നമ്മൾ മൂത്ത നെല്ലിക്ക കഴിച്ചിട്ട് പിന്നെ നമ്മൾ വെള്ളം എന്തെങ്കിലും കുടിച്ചാൽ നമുക്ക് വായിക്ക് നല്ല മധുരം കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും അത് മാനിക്കുക, അതൊരു ശല്യമായിട്ട് കാണരുത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കഥകൾ കേട്ട്, മഹാന്മാരുടെ കഥകൾ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല മനുഷ്യന്മാരായിട്ട് മാറും. അപ്പോൾ ഇനി അടുത്ത കഥയിൽ കാണാം. നന്ദി, നമസ്കാരം.